ഹായ് ഓൾ, വെൽക്കം ടു വൺസ് ഇൻട്രഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസ് എന്ന സബ്ജക്റ്റിന്റെ യൂണിവേഴ്സിറ്റി എക്സ്പെക്ടേഷൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 3 ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് സിസ്റ്റം വിത്ത് വൺ ലൈൻ ഡെഫിനിഷൻ. മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിന്റെ 3 കാറ്റഗറീസിനെ ഒരു വൺ ലൈൻ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം പറയുന്നത്. അപ്പോ ഏതൊക്കെയാണ് മെഷീൻ ലേണിംഗിന്റെ ടൈപ്സ് വരുന്നത്? സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അപ്പോൾ ഇത് നമുക്ക് എസ്സേയിലും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഷോർട്ട് ആൻസർ ആയിട്ട് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. മെഷീൻ ലേണിംഗില് 3 ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓർക്കാനുള്ള എളുപ്പത്തിന് ഫസ്റ്റ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഈ പിക്ചറിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നതായ രീതിയിലാണല്ലേ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ലേബൽഡ് ഡേറ്റാ സെറ്റ് ആയിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ ആ ഇൻപുട്ട് എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അതിന്റെ ഒപ്പം തന്നെ കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ടിനെ കുറിച്ചും ഒരു ഐഡിയ കൊടുക്കും. അതാണ് ലേബൽഡ് ഡേറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് ലേൺ ഫ്രം ലേബൽഡ് ഡേറ്റയാണ്. ലേബൽഡ് ഡേറ്റയിൽ നിന്നാണ് ലേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൂപ്പർവൈസറുടെ ഹെൽപ്പോട് കൂടിയാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമ്മൾ ലേൺ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് അല്ലെ. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ അൺലേബൽഡ് ഡേറ്റയാണ്. അൺലേബൽഡ് ഡേറ്റയിൽ നിന്ന് ഒരു ഹിഡൻ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ലേൺ ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, ഡിഫറെന്റ് കളറിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എന്ന് പറയുന്നത് ഓരോ ഹിഡൻ പാറ്റേണിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഔട്ട്പുട്ട് എന്താണെന്നോ അതിന്റെ ഫീച്ചർ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആ ഡേറ്റയിൽ നിന്ന് ഒരു ഹിഡൻ പാറ്റേണിനെ ഐഡന്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോസസ്സാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിലുള്ളത്. അപ്പോ ഇവിടെ നമുക്ക് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഹിഡൻ പാറ്റേൺസ് ഇൻ അൺലേബൽഡ് ഡേറ്റ. അൺലേബൽഡ് ഡേറ്റയിൽ നിന്ന് ഹിഡൻ പാറ്റേണിനെ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നടക്കുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ എന്താ? റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേൺസ് ബൈ ഇന്ററാക്ടിങ് വിത്ത് ആൻ എൻവയോൺമെന്റ് ആൻഡ് റിസീവിംഗ് ഫീഡ്ബാക്ക്. അതായത് ഈ തേർഡ് ടൈപ്പ് ആണ് നമ്മൾ പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇവിടെ എന്താ നടക്കുന്നത്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിയറി ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലേണിംഗ് പ്രോസസ്സിൽ ഒരു റിവാർഡും അതുപോലെ തന്നെ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു പെനാൽറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കും? ഒരു റിവാർഡ് കൊടുക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് അൽഗോരിതം അല്ലെങ്കിൽ ഇപ്പൊ റോബോട്ടിന്റെ കേസാണ് പറയുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണെങ്കിൽ ഒരു റിവാർഡ് കൊടുക്കുമ്പോൾ റോബോട്ട് മനസ്സിലാക്കുന്നത് ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണ്, ഇനി മുമ്പോട്ട് പോകാം എന്നുള്ള രീതിയിലാണ്. ഇനി ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഒരു റൈറ്റ് മൂവ് അല്ല, റോങ് ആയിട്ടുള്ള ഒരു മൂവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഒരു പെനാൽറ്റി ഉണ്ടാവും. അപ്പോ ഒരു പണിഷ്മെന്റ് ഉണ്ടാവും. അതിന്റെ മീനിങ് എന്താണ്? റോങ് മൂവ് ആണ് എന്നുള്ളത് റോബോട്ടിന് മനസ്സിലാവും. അപ്പൊ ആ ഒരു ഫീഡ്ബാക്കിന്റെ ബേസിൽ മുമ്പോട്ടുള്ള മൂവ്മെന്റ് നടക്കുന്നു. അതായത് കറക്റ്റ് മൂവ് ആണെങ്കിൽ ഒരു പോയിന്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു റിവാർഡ് കൊടുക്കുന്നു. ഇനി അതല്ല, കറക്റ്റ് ആയിട്ടല്ല മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ജസ്റ്റ് കുറയുന്നു അല്ലെങ്കിൽ അവിടെ ഒരു പെനാൽറ്റി വരുന്നു. അപ്പൊ ഈ പറയുന്ന റിവാർഡിന്റെയും പെനാൽറ്റിയുടെയും ബേസിലാണ് ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. റോബോട്ടിന്റെ കേസും അതുപോലെ ഒരു ട്രഷർ ഹണ്ടിന്റെ കേസൊക്കെ തിയറി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇപ്പൊ നമുക്കൊരു ട്രഷർ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്, അവിടുന്ന് നമുക്കത് പോയി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നമുക്ക് പോകുന്ന വഴിയിലെല്ലാം +1 പോയിന്റ് വെച്ച് കിട്ടും. ഇനി നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് റോങ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താവും? അവിടെ ഒരു -1 പോയിന്റും കിട്ടും. അപ്പൊ നമ്മൾ മനസ്സിലാവും നമ്മൾ പോകുന്ന -1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? നമ്മൾ റോങ് ആയിട്ടുള്ള വഴിയിലാണ് പോകുന്നതെന്നാണ്. +1 പോയിന്റ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള പാത്തിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ആ ട്രഷർ ഹണ്ടിന്റെ എക്സാമ്പിളിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ റോബോട്ടിന്റെ കേസിലും ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് 3 ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് ആണുള്ളത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
നെക്സ്റ്റ് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. അതായത് റിഗ്രഷനും അതുപോലെ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ടൈപ്പ്, അതുപോലെ ഗോൾ, പിന്നെ എക്സാമ്പിൾ പ്രോബ്ലംസ് ഒക്കെ എന്താണ് വരുന്നത് എന്നുള്ള ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ വരുന്നത്, in this problem statement the target variables are discrete categories ആയിരിക്കും. നമുക്ക് ഔട്ട്പുട്ടിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് കാറ്റഗറി ആണ്. അതായത് ഒരു മെയിലിന്റെ കേസ്, നമുക്ക് ഒരു മെയിൽ വരുന്നു, ആ മെയിൽ എന്ന് പറയുന്ന ഒരു സ്പാം ആയിട്ടുള്ള ഒരു മെയിൽ ആണോ അതോ സ്പാം അല്ലാത്ത ഒരു മെയിൽ ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്. ജസ്റ്റ് അതൊരു ക്ലാസിഫിക്കേഷൻ അല്ലേ. രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഒന്ന് നോട്ട് സ്പാം, മറ്റേത് സ്പാം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ തരംതിരിക്കുന്ന പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷനിൽ നടക്കുന്നത്. അതിന്റെ ഔട്ട്പുട്ട് ടൈപ്പ് അങ്ങനെയാണ്. റിഗ്രഷന്റെ കേസിൽ വരുമ്പോൾ എന്താണ്, കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു പ്രത്യേക സ്ഥലത്തെ ഒരു ഹൗസ് പ്രൈസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് നമുക്ക് ഡിറ്റക്ട് ചെയ്ത് തരുന്നു നമ്മൾ കുറെ അധികം വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പൊ അങ്ങനെയായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂവിനെ റിഗ്രഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഔട്ട്പുട്ട് ടൈപ്പിന്റെ വ്യത്യാസം നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗോൾ ബേസിൽ പറയുവാണെങ്കിൽ ക്ലാസിഫിക്കേഷനിൽ എന്താണ്, ടു പ്രെഡിക്റ്റ് വിച്ച് കാറ്റഗറി എ ഡേറ്റ പോയിന്റ് ബിലോങ് ടു. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷനിൽ നടക്കുന്നത്. ഇവിടെ എന്താ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ടു പ്രെഡിക്റ്റ് ആൻ എക്സാക്ട് ന്യൂമറിക്കൽ വാല്യൂ ബേസ്ഡ് ഓൺ ഇൻപുട്ട് ഡേറ്റ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡേറ്റ അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് തരുന്നത് റിഗ്രഷൻ അൽഗോരിതം ആണ്. എന്നാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഡേറ്റ പോയിന്റ് അത് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് ക്ലാസിഫൈ ചെയ്ത് തരുന്നത് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ്. നെക്സ്റ്റ് നോക്കിയേ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം. ക്ലാസിഫിക്കേഷനിലാണെങ്കിൽ ഇമെയിൽ സ്പാം ഡിറ്റക്ഷൻ ഒരു എക്സാമ്പിൾ ആണ്, അതുപോലെ ഇമേജ് റെക്കഗ്നീഷൻ ഒരു എക്സാമ്പിൾ ആണ്, കസ്റ്റമർ സെന്റിമെന്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ റിഗ്രഷനിൽ നമുക്ക് എന്തൊക്കെ പറയാം, ഇപ്പൊ പറഞ്ഞ ഹൗസ് പ്രൈസിന്റെ പ്രഡിക്ഷൻ, സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫോർകാസ്റ്റിംഗ്, സെയിൽസ് പ്രഡിക്ഷൻ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് റിഗ്രഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നത്. ഇനി റിഗ്രഷന്റെയും അതുപോലെ ക്ലാസിഫിക്കേഷന്റെയും ഒരു പിക്ചർ നമുക്ക് നോക്കാം. ഇവിടെ റിഗ്രഷൻ ആണ്. റിഗ്രഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രോസസ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷനിൽ ഒരു ബൗണ്ടറി ലൈൻ ഉണ്ടാവും. അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ പോയിന്റ് ഏത് ക്ലാസ്സിലാണെന്നുള്ളത് ഒന്ന് ക്ലാസിഫൈ ചെയ്ത് തരും. നമ്മുടെ ഇപ്പോൾ ഡേറ്റ പോയിന്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഇത് ഈ ക്ലാസ്സിലാണോ, ഈ ബൗണ്ടറി ലൈനിന്റെ മേലുള്ള അപ്പർ ക്ലാസ്സിലാണോ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലാണോ എന്ന് ജസ്റ്റ് ക്ലാസിഫൈ ചെയ്ത് തരുന്ന പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷനിൽ നടക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇതിന്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനല്ല, തിയറം മാത്രമാണുള്ളൂ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ പഠിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എന്താണ് യൂണിവേഴ്സൽ അപ്രോക്സിമേഷൻ തിയറം, അതാണ് ചോദിച്ചിരിക്കുന്നത്. ദി യൂണിവേഴ്സൽ അപ്രോക്സിമേഷൻ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് വിത്ത് എ സിംഗിൾ ഹിഡൻ ലെയർ ആൻഡ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ന്യൂറോൺസ് can approximate any continuous function on a compact subset of a real numbers Rn given an appropriate activation function. അതായത് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്താണ്? ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് മാത്രം ഹിഡൻ ലേയേഴ്സ് പോകുന്നതാണ്, അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ ആ പാത്തിനെയാണ് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്കിൽ ഒരുപാട് ഹിഡൻ ലെയേഴ്സ് ഒന്നുമില്ല. ഒരു ഹിഡൻ ലെയർ ആണ് ഉള്ളതെങ്കിൽ പോലും അതിൽ ആവശ്യമായിട്ടുള്ള ന്യൂറോൺസ് ഉണ്ടെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ എന്ത് ചെയ്യാൻ പറ്റും, അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്രോക്സിമേഷൻ തിയറം പറയുന്നത്. അതായത് ഇപ്പോ ഇവിടെ ഈ ഒരു ഫിഗറിൽ നോക്കുവാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഈ ബ്ലൂ ലൈനിലുള്ളതാണ് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഫംഗ്ഷൻ, ആക്ച്വൽ ഫംഗ്ഷൻ. ഇനി നമുക്ക് ഈ പറയുന്ന ഫൈനൈറ്റ് നമ്പർ ഓഫ് ന്യൂറോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ
ഒരുപാട് ഹിഡൻ ലെയർ ഒന്നും ഇല്ല എങ്കിലും ഒരു ലെയർ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ ഒറിജിനൽ ഫംഗ്ഷനോട് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫംഗ്ഷനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒറിജിനൽ അല്ല എങ്കിലും ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് യൂണിവേഴ്സൽ അപ്രോക്സിമേഷൻ തിയറം നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ഒരു 3 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഇനി പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.